KMML DCW ജീവനക്കാരെ ക്യാഷ്വൽ തൊഴിലാളികളാക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാരിനെ അഭിവാദ്യം ചെയ്ത് പ്രകടനവും യോഗവും നടത്തി. കമ്പനിപ്പടിക്കൽ CITUവിന്റെ നേതൃത്വത്തിലാണ് പ്രകടനവും യോഗവും നടത്തിയത്. KMML ഡയറക്റ്റ് കോൺട്രാക്ട് വർക്കേഴ്സ് ജീവനക്കാരെ കാഷ്വൽ തൊഴിലാളികളാക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് CITUവിന്റെ നേതൃത്വത്തിൽ കമ്പനിപ്പടിക്കൽ പ്രകടനവും യോഗവും നടത്തിയത്. ദീർഘകാലമായുള്ള തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഇതോടെ യാഥാർത്ഥ്യമായത്. തിരുവനന്തപുരത്ത് മന്ത്രി P. രാജീവിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയും യൂണിയൻ നേതാക്കളും KMML മാനേജ്മെന്റും നടത്തിയ ചർച്ചയിലാണ് DCW ജീവനക്കാരെ കാഷ്വൽ തൊഴിലാളികളാക്കാൻ തീരുമാനമെടുത്തത്. CPM ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് KMMLയിലെയും അതുപോലെ തന്നെ KMMLനെ ആശ്രയിച്ച് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളി കുടുംബങ്ങളിലും നാട്ടുകാരിലുമെല്ലാം തന്നെ വളരെ സന്തോഷമുളവാക്കുന്ന ദിനങ്ങളാണ് ഇന്നലെയും ഇന്നുമായി. വലിയ ആഘോഷ തൊഴിപ്പിലാണ് തൊഴിലാളികളും കുടുംബങ്ങളും നാട്ടുകാരുമെല്ലാം തന്നെ. CITU ഏരിയ പ്രസിഡന്റ് R. സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MV പ്രസാദ് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T. മനോഹരൻ, ജില്ലാ കമ്മിറ്റി അംഗം ശ്യാം മോഹൻ, CITU ജില്ലാ കമ്മിറ്റി അംഗം VC രതീഷ് കുമാർ, CPM ഏരിയ കമ്മിറ്റി അംഗം S. അനിൽ, PK ഗോപാലകൃഷ്ണൻ, KV ദിലീപ് കുമാർ, NR ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ അത് ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിലാണ് 20 കോടി മാറ്റിവെച്ചിരിക്കുന്നത്. അത് നെഗോഷ്യബിൾ പർച്ചേസ് ആയിട്ടാണ്. നെഗോഷ്യബിൾ പർച്ചേസിൻ്റെ ഗുണം നമുക്കറിയാം. നമ്മുടെ SN ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നപ്പം ഏകദേശം 2-2.5-3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റും. അഥവാ LAയിലേക്ക് പോവുകയാണെങ്കിൽ, ലാൻഡ് അക്വിസിഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് വിലയിട്ട് നോട്ടിഫിക്കേഷൻ 2-3 ആവർത്തി നോട്ടിഫിക്കേഷനൊക്കെ ആകുമ്പോഴത്തേക്ക് വൈകും എന്നുള്ളതിനാലാണ് ഈ നെഗോഷ്യബിൾ പർച്ചേസ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ബഡ്ജറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 20 കോടി രൂപ ഒന്നാം ഘട്ടം നെഗോഷ്യബിൾ പർച്ചേസാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഗവൺമെൻറ്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ആ വിലയിൽ ധാരണയെത്തിയിട്ട് ആ ഭൂമി കൈമാറ്റം ചെയ്യുവാൻ സാധിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. DCW തൊഴിലാളികളെ കാഷ്വൽ തൊഴിലാളികളാക്കാൻ നിരന്തരമായി ഇടപെട്ട ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയെ തൊഴിലാളികൾ മാലയിട്ടു സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.